നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം വീണ്ടും ഒരു കോവിഡ് കാലത്തെ പോലുള്ള നിയന്ത്രണങ്ങളിലേക്ക് മടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടോ? രാജ്യം ഭയന്നതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച സൈനിക ആക്രമണങ്ങൾ 2 മാസത്തിലധികമായി തുടരുമ്പോൾ അതിന്റെ കടുത്ത ആഘാതം ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക്, എന്നിലേക്കും നിങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 10 ഞായറാഴ്ച, തെലങ്കാനയിലെ ഹൈദരാബാദിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് അടിയന്തരമായി ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കമ്പനികളോട് വീണ്ടും വർക്ക് ഫ്രം ഹോം കൊണ്ടുവരാനും ജനങ്ങളോട് 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതും വിദേശയാത്രകളും ഒഴിവാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെയാണ് ബാധിക്കാനായി പോകുന്നത്? നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വിശദമായി അതൊന്ന് പരിശോധിക്കാം. ആദ്യമായി, എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇന്ത്യയെ ഇത്രയധികം ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹോർമൂസ് കടലിടുക്ക് എന്ന തന്ത്രപ്രധാന ജലപാതയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇറാൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 75 ദിവസങ്ങളായി ഇറാൻ ഈ പാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ത്യ തങ്ങളുടെ അസംസ്കൃത എണ്ണയുടെ 90% വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതിൽ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30%വും പാചകവാതകത്തിന്റെ, അതായത് LPGയുടെ 60%വും കടന്നു പോകുന്നത് ഈ ഒരൊറ്റ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്, ഹോർമുസിലൂടെ. ശ്രദ്ധിക്കണം, യുദ്ധത്തിന് മുൻപ് പ്രതിദിനം ശരാശരി 138 കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ ജലപാതയിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നത് വെറും 16 കപ്പലുകൾ മാത്രമാണ്. അതായത് ഏതാണ്ട് 88% ഇടിവ് സഞ്ചാരത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇതോടെ ആഗോള ഊർജ്ജ വിപണി കടുത്ത പ്രതിസന്ധിയിലായി. എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി തങ്ങളുടെ ട്രാക്കിംഗ് സിഗ്നലുകൾ ഓഫ് ചെയ്താണ് ഇപ്പോൾ ഈ അപകട മേഖലയിലൂടെ കഷ്ടിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കോടിക്കണക്കിന് ഡോളറായി വർദ്ധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ വിദേശ നാണ്യ ചോർച്ച തടയാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ സാമ്പത്തിക സ്വയം പ്രതിരോധത്തിനായുള്ള ചില കർശന നിർദ്ദേശങ്ങൾ വെച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ജനങ്ങളോട് ആവശ്യപ്പെട്ട ആ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയൊക്കെയാണ്. 1. വർക്ക് ഫ്രം ഹോം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ കോവിഡ് കാലത്തെ പോലെ ഓഫീസുകൾ വർക്ക് ഫ്രം ഹോം രീതികളിലേക്ക് മാറ്റണം. 2. പൊതുഗതാഗതം ഉപയോഗിക്കുക. വ്യക്തിഗത വാഹനങ്ങൾ ഒഴിവാക്കി മെട്രോയും ട്രെയിനുകളും ഉപയോഗിക്കണം. ഒരു വാഹനത്തിൽ ഒരേ സ്ഥലത്തേക്കുള്ള പല ആളുകൾ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള കാർ പൂളിങ്ങും പെട്രോളും ഡീസലും ആവശ്യമില്ലാത്ത ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗവും പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുന്നു. ഇനി സ്വർണ്ണ വാങ്ങലുകളെ സംബന്ധിച്ചാണ്. അത് ഒഴിവാക്കാനാണ് നിർദ്ദേശം. വിദേശ നാണ്യ ശേഖരം ചോർന്നു പോകാതിരിക്കാൻ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും അടുത്ത 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് പരമാവധി മാറ്റിവെക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, വിദേശയാത്രകൾ താൽക്കാലികമായി ഒന്ന് നിർത്തുകയോ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളും വിദേശ ടൂറിസവും ഒഴിവാക്കി ഇന്ത്യയിലെ ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പറയുന്നു. പാചക എണ്ണയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ എണ്ണകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് ഖജനാവിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി രാസവളങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചും പറയുന്നു. ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങൾക്ക് പകരം കർഷകർ പ്രകൃതിദത്ത കൃഷി രീതികളിലേക്ക് മാറണം. മറ്റൊന്ന്, സ്വദേശി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതായത് മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുക തുടങ്ങിയവയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങളിൽ ചിലത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത ആഹ്വാനങ്ങൾ തിങ്കളാഴ്ച രാവിലെ വ്യാപാരം ആരംഭിച്ച ഉടൻ തന്നെ ആഭ്യന്തര വിപണിയെ പിടിച്ചു കുലുക്കി കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളിയതോടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $105 മുകളിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യ കമ്മി വർദ്ധിപ്പിക്കുമെന്ന രീതിയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ 1000 പോയിന്റിലധികം താഴേക്ക് പതിച്ചു കഴിഞ്ഞു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റി ഏതാണ്ട് 297 പോയിന്റോളം ഇടിഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജ്വല്ലറി ഓഹരികളെ കടുത്ത രീതിയിൽ ബാധിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ സെൻകോ ഗോൾഡിന്റെ ഓഹരി ഒറ്റയടിക്ക് വില 8.98% ഇടിഞ്ഞ് 332.60 രൂപയിലെത്തിക്കഴിഞ്ഞു. ടൈറ്റൻ കമ്പനിയുടെ ഓഹരികൾ 5.34% ഇടിഞ്ഞ് വലിയ വിൽപ്പന സമ്മർദ്ദമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസം, വ്യോമയാനം, പെട്രോളിയം കമ്പനികൾ എന്നിവയുടെ ഓഹരികളെല്ലാം വലിയ നഷ്ടത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്.
എന്നാൽ തീർത്തും നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ സാമ്പത്തിക നിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനങ്ങൾ ഗവൺമെന്റിന്റെ കടുത്ത നയപരമായ പരാജയത്തിന്റെ തെളിവുകളാണെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. 12 വർഷത്തെ ഭരണത്തിനൊടുവിൽ ജനങ്ങളോട് എന്തു വാങ്ങണം എന്തു വാങ്ങരുത് എന്ന് പറയേണ്ടി വരുന്നത് നാണക്കേടാണെന്നും സ്വന്തം പരാജയം മറച്ചുവെക്കാൻ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആകട്ടെ ഇതിനെ ഷെയിംലെസ് ആൻഡ് റെക്ലെസ് എന്നാണ് വിശേഷിപ്പിച്ചത്. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ യാതൊരു തന്ത്രപരമായ കരുതൽ ശേഖരവും ഒരുക്കിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തരമായി പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരു ഭരണാധികാരി നമ്മളോട് ഇങ്ങനെ ആഹ്വാനം നടത്തണം എങ്കിൽ നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് നമ്മളോട് പറയാതെ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം തുടർന്നാൽ അത് ചരക്കുകൂലി വർദ്ധിപ്പിക്കുകയും വരും ദിവസങ്ങൾ ഇന്ത്യയിൽ കടുത്ത വിലക്കയറ്റത്തിന് അത് കാരണമാവുകയും ചെയ്തേക്കാം. താൽക്കാലികമായി ഇന്ധനം ലാഭിക്കുന്നതിനും അപ്പുറം ഇന്ത്യ പുനരുപയോഗ ഊർജ്ജ മേഖലകളിലും ആഭ്യന്തര ഉൽപാദനത്തിലും കൂടുതൽ നിക്ഷേപം നടത്തി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ പണവും മറ്റു വസ്തുക്കളും നമുക്ക് കൈകാര്യം ചെയ്ത് ജാഗ്രത പാലിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രിയുടെ ഈ അടിയന്തര നിർദ്ദേശങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ പ്രതിസന്ധി മറികടക്കാൻ ഇത്തരം കർശന നിർദ്ദേശങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇത് പ്രതിപക്ഷം പറയുന്നത് പോലെ ഭരണകൂടത്തിന്റെ ഒരു പരാജയമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ. ഈ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.